ഈ അരിത്തമെറ്റിക്കൽ ഫങ്ഷൻസിൻ്റെ ഒരു ഹിസ്റ്ററിയാണ് ഞാൻ ആദ്യത്തെ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. In a famous memoir published in 1837, Dirichlet proved that if a and b are positive integers with no prime factor in common, the polynomial ax plus b gives infinitely many primes as x runs through all the positive integers. Actually, this is a result, but later onwards, this is known as Dirichlet theorem on the existence of primes in a given arithmetical progression. To prove this theorem, Dirichlet went outside the realm of integers and introduced tools of analysis such as limits and continuity. So, doing like this, he laid the foundations for a new branch of mathematics called analytic number theory, in which ideas and methods of real and complex analysis are brought to bear in on problems about the integers. ഇതൊരു ബ്രീഫ് ഇൻട്രൊഡക്ഷൻ ആയിട്ട് കണ്ടാൽ മതി. ഞാൻ എങ്ങനെയാണ് അനലിറ്റിക് നമ്പർ തിയറി ഒറിജിനേറ്റ് ചെയ്തത് എന്ന് പറയാൻ ഉദ്ദേശിച്ചതേ ഉള്ളൂ. ഇതിൽ നമ്മുടെ സിലബസുമായിട്ട് ഇതിന് വലിയ പ്രസക്തിയൊന്നുമില്ല, പക്ഷെ നമ്മളിത് അറിഞ്ഞിരിക്കണം. അതായത് ഞാൻ ആ കോഴ്സിൻ്റെ ഇൻട്രൊഡക്ടറി പാർട്ടിൽ ഒരു നരേഷൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ എഴുതിയിട്ടുണ്ട്, നിങ്ങൾക്ക് വായിച്ച് നോക്കി അറിയാൻ പറ്റും. നമ്പർ തിയറി എന്ന് പറയുന്ന ബ്രാഞ്ച് ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് നമ്പർ തിയറി എന്ന് പറയുന്നത് നമുക്കറിയാം ഇൻറ്റിജേഴ്സിനെ പറ്റിയുള്ള സ്റ്റഡിയാണ്. നമ്പർ തിയറി ഇസ് എ ബ്രാഞ്ച് ഓഫ് മാത്തമാറ്റിക്സ് ദാറ്റ് ഇൻക്ലൂഡ്സ് ദ സ്റ്റഡി ഓഫ് ഇൻറ്റിജേഴ്സ് എന്നാണ് നമ്മൾ പറയാം. അപ്പോൾ അതിൽ ഇൻറ്റിജേഴ്സിനെ പറ്റി സ്റ്റഡി ചെയ്യാനായിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന ടൂൾസ് എന്ന് പറയുന്ന പല ഡിഫറെൻറ്റ് ഏരിയാസ് ഓഫ് മാത്തമാറ്റിക്സിൽ നിന്ന് നമ്മൾ സെലക്ട് ചെയ്യാം. അതിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് ടൂൾസ് പ്രൊവൈഡ് ചെയ്യുന്ന രണ്ട് ഏരിയ ആണ്, ഒന്ന് അനാലിസിസും അടുത്ത് ഓൾജിബ്രയും. അതുകൊണ്ട് തന്നെ അനാലിസിസിൻ്റെ ടൂൾസ് ഉപയോഗിച്ച് ഡെവലപ്പ് ചെയ്തിരിക്കുന്ന നമ്പർ തിയറി പാർട്ടിനെ നമുക്ക് അനലിറ്റിക് നമ്പർ തിയറി എന്നും, ഓൾജിബ്രയുടെ ടൂൾസ് ഉപയോഗിച്ചാണ് നമ്പർ തിയറി ഡെവലപ്പ് ചെയ്തിരിക്കുന്നത് ആ പാർട്ടാണ് പഠിക്കണമെങ്കിൽ നമുക്കതിനെ ഓൾജിബ്രൈക് നമ്പർ തിയറി എന്ന് വിളിക്കാം. ഈ രണ്ട് എന്താ പറയുക ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഏരിയാസിൽ നിന്നുള്ള ടൂൾസ് എങ്ങനെ വർക്കാവുന്നു നമ്പർ തിയറിയിൽ, അതാണ് ഞാനിവിടെ അല്ലെങ്കിൽ നമ്മുടെ ഈ സിലബസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതാണ് ഞാൻ അനലിറ്റിക് നമ്പർ തിയറിയുടെ ഇൻട്രൊഡക്ഷൻ പോലെ ഈ ഒരു സ്ലൈഡ് ഇൻക്ലൂഡ് ചെയ്യാൻ കാരണം. നമുക്ക് നമ്മുടെ സിലബസിലേക്ക് എടുക്കാം. സെക്കൻഡ് ചാപ്റ്ററാണ് അരിത്തമെറ്റിക്കൽ ഫങ്ഷൻസ് ആൻഡ് ഡിറിച്ലെറ്റ് മൾട്ടിപ്ലിക്കേഷൻ എന്നാണ് ഈ ചാപ്റ്ററിലെ കാര്യങ്ങളെ നമ്മൾ അല്ലെങ്കിൽ ഇതിൻ്റെ ടൈറ്റിലായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ നമ്മൾ ചെയ്യുന്നത് ഡെഫിനിഷൻസ് ഓഫ് അരിത്തമെറ്റിക്കൽ ഫംഗ്ഷനും പിന്നെ ചാപ്റ്റർ 2 എന്താണ് കണ്ടന്റ് എന്നുള്ള രണ്ട് കാര്യങ്ങളാണ് ഫസ്റ്റ് സ്ലൈഡിൽ അല്ലെങ്കിൽ 2.1 നമുക്ക് കാണാൻ പറ്റുക. ഡെഫിനിഷൻ എന്ന് പറയുന്നതാണ് റിയൽ ഓർ കോംപ്ലക്സ് വാല്യൂഡ് ഫംഗ്ഷൻ ഡിഫൈൻഡ് ഓൺ ദി പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് ഈസ് കോൾഡ് ആൻ അരിത്തമെറ്റിക്കൽ ഫംഗ്ഷൻ ഓർ എ നമ്പർ തിയററ്റിക്കൽ ഫംഗ്ഷൻ. This chapter introduces several arithmetical functions which play an important role in the study of divisibility properties of integers and the distribution of primes. The chapter also discusses Dirichlet multiplication, a concept which helps clarify interrelationship between various arithmetical functions. എന്നുവെച്ചാൽ ഈ രണ്ട് കാര്യങ്ങളെ പറ്റിയാണ് പ്രധാനമായിട്ടും ഈ സെക്കൻഡ് ചാപ്റ്ററിൽ നമ്മൾ ഡിസ്കസ് ചെയ്യണമെന്ന് അർത്ഥം. ആദ്യത്തെ അരിത്തമെറ്റിക്കൽ ഫംഗ്ഷൻ കാണാം. ഇതിൽ ഈ ഫസ്റ്റ് അരിത്തമെറ്റിക്കൽ ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്യാൻ പോകുന്നത് മൊബിയസ് ഫംഗ്ഷൻ എന്നാണ് പറയുക. അതിനെ മ്യൂ ഓഫ് എൻ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നത്. ദ ഡെഫിനിഷൻ ഇസ് മ്യൂ ഓഫ് എൻ ഇസ് ഈക്വൽ ടു 1 ഇഫ് എൻ ഇസ് ഈക്വൽ ടു 1 minus 1 raised to k if n is equal to p1 p2 etc pk and 0 if or 0 otherwise. That means for any other number that is not of the form n equal to 1 or n equal to p1 p2 etc pk, we have the value 0. അപ്പോൾ ഈ p1 p2 pk എന്ന് ഉദ്ദേശിക്കുന്നത് ഇത്രയേ ഉള്ളൂ. n should be a product of distinct prime numbers. ആ കേസിൽ എത്ര പ്രൈം നമ്പേഴ്സ് ആണോ എന്നിനെ നമ്മൾ എത്ര പ്രൈം നമ്പേഴ്സിൻ്റെ പ്രോഡക്റ്റ് ആയിട്ടാണോ എഴുതുന്നത് ആ കെ എന്ന് പറയുന്നത് നമ്പർ ഓഫ് ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസ് ആണ്. ആ കെ എന്ന് പറയുന്നത് ഉപയോഗിച്ചാണ് മ്യൂ ഓഫ് എൻ ഇവാലുവേറ്റ് ചെയ്യുന്നത്. അത്രേ ഉള്ളൂ അതിൻ്റെ. അപ്പോൾ അവിടെയാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. n = 1 കാര്യത്തിലും പിന്നെ n > 1 കാര്യത്തിലും രണ്ടായിട്ട് തിരിച്ചു കഴിഞ്ഞാൽ n = 1 കാര്യം ഒബ്വിയസ് ആണ്. n > 1 നമ്മൾ രണ്ട് കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ഏതെങ്കിലും ഒരു
പ്രൈമിൻ്റെ സ്ക്വയർ ഈ എന്നിനെ ഡിവൈഡ് ചെയ്താൽ അപ്പോൾ തന്നെ മ്യൂ വാല്യൂ 0 ആണ്. അങ്ങനെയല്ല, ഒരു സ്ക്വയറും ഈ എന്നിന് ഒരു പ്രൈമിൻ്റെ സ്ക്വയറും എന്നിനെ ഡിവൈഡ് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എൻ എന്ന് പറയുന്നത് ഡിസ്റ്റിങ്ക്റ്റ് പ്രൈംസിൻ്റെ പ്രോഡക്റ്റ് ആയിരിക്കും എന്നുള്ളതാണ്. അങ്ങനെയാണെങ്കിൽ എത്ര പ്രൈംസ് ആണോ എൻ എഴുതാൻ ഉപയോഗിച്ചിരിക്കുന്നത് അത് കെ ആണെങ്കിൽ -1/k എഴുതുക എന്നുള്ളതാണ്. അപ്പോൾ റിമാർക്കായിട്ട് അതാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. മ്യൂ ഓഫ് എൻ ഇസ് ഈക്വൽ ടു 0 ഇഫ് ആൻഡ് ഓൺലി ഇഫ് എൻ ഹാസ് എ സ്ക്വയർ ഫാക്ടർ ഗ്രേറ്റർ ദാൻ 1. ഇനി നമ്മൾ ഈ ചാപ്റ്ററിൽ ഈ ബുക്കിൽ എൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്, ഒരു അരിത്തമെറ്റിക്കൽ ഫംഗ്ഷൻ പറഞ്ഞാൽ അത് ഡിഫൈൻ ചെയ്താൽ തൊട്ടടുത്ത് തന്നെ അതിൻ്റെ ഡിവൈസർ സം പരിശോധിക്കുക എന്നുള്ളതാണ് ഈ ബുക്കിൻ്റെ രീതി. അപ്പോൾ ഡിവൈസർ സം എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നതേ ഉള്ളൂ, ഒരു പർട്ടിക്കുലർ എന്നിന് നമുക്ക് ഡിവൈസസ് കണ്ടുപിടിക്കാൻ പറ്റും. ഡിവിസിബിലിറ്റി എന്ന് പറയുന്നതൊക്കെ നമ്മുടെ ചാപ്റ്റർ 1 ഡിസ്കസ് ചെയ്തിരിക്കുന്നത്, പക്ഷേ അത് നമ്മുടെ സിലബസിലില്ല. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ചെയ്യേണ്ടത് ഒന്നാമത്തെ ചാപ്റ്ററും ഒന്ന് റെഫർ ചെയ്യുന്നത് നന്നായിരിക്കും. അതിനകത്ത് കുറേ റിസൾട്ടുകളെല്ലാം നമ്മളിവിടെ ഉപയോഗിക്കുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ നമുക്ക് ഈ ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ നമുക്ക് രസകരമായിട്ടുള്ള ചില റിസൾട്ടുകളോ അല്ലെങ്കിൽ കൺവെൻഷൻസൊക്കെ ഒന്നാമത്തെ ചാപ്റ്ററിൽ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വായിക്കുമ്പോൾ അറിയാൻ പറ്റും. അതിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് പറഞ്ഞാൽ എൻ്റെ ഓർമ്മയിലുള്ളത്, ഇപ്പോൾ നമ്മൾ പലയിടത്തും പഠിച്ചിരിക്കുന്നത് 0 എന്ന് പറയുന്ന നമ്പർ കൊണ്ട് ഒരിക്കലും അല്ലെങ്കിൽ ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ടാവും. പക്ഷേ നമ്മുടെ ഈ ബുക്കിൻ്റെ ഒരു കോൺസെപ്റ്റ് അനുസരിച്ച് ഡിവിസിബിലിറ്റി ഡിഫൈൻ ചെയ്യുന്നത്, ഇപ്പോൾ ഡി ഡിവൈഡ്സ് എ എന്ന് പറയുകയാണെങ്കിൽ എ ഈസ് ഈക്വൽ ടു ഡി ടൈംസ് സംതിങ് എന്ന് എഴുതണം, അല്ലെങ്കിൽ ഡി ടൈംസ് ആൻ ഇൻറ്റിജർ എന്ന് എഴുതണം. അപ്പോൾ 0 ക്യാൻ ബി റിട്ടൺ ആസ് 0 ഇൻറ്റു സം 1. സോ 0 ഡിവൈഡ്സ് 0 എന്ന് നമുക്ക് ഇതിന് പറയാൻ പറ്റും. അല്ലെങ്കിൽ നമ്മുടെ കൺവെൻഷൻ ഉപയോഗിച്ച് നമുക്ക് അങ്ങനെ പറയുന്നതുകൊണ്ട് തെറ്റില്ല എന്നുള്ളതാണ്. അങ്ങനെയുള്ള ചില ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഫാക്ട്സ് എല്ലാം ചാപ്റ്റർ 1 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കത് വായിക്കുമ്പോൾ കാണാൻ പറ്റും. അപ്പോൾ ഞാൻ പറഞ്ഞത്, ഒരു എൻ എന്ന് പറയുന്ന ഒരു നമ്പർ എടുത്തിട്ട് എന്നിനെ ഡിവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നിനെ ഡിവൈഡ് ചെയ്യുന്ന അല്ലെങ്കിൽ എന്നിന് ഡിവൈസേഴ്സ് ആയിട്ടുള്ള D1, D2, DK എന്ന് പറയുന്ന ഇൻറ്റിജേഴ്സ് എടുത്താൽ, പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എടുത്താൽ, പോസിറ്റീവ് ഡിവൈസേഴ്സ് ആണ് ഉദ്ദേശിക്കുന്നത്. പോസിറ്റീവ് ഇൻറ്റിജേഴ്സ് എടുത്താൽ ഈ മ്യൂ ഓഫ് ഡി എന്ന് പറയുന്ന വാല്യൂസ് ഇവാലുവേറ്റ് ചെയ്യാം, അല്ലെങ്കിൽ മ്യൂ ഓഫ് D1, മ്യൂ ഓഫ് D2 എല്ലാം ഇവാലുവേറ്റ് ചെയ്യാം. അതെല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ കിട്ടുന്ന എന്താണോ ആ സമ്മിനെയാണ് നമ്മൾ ഡിവൈസർ സം എന്ന് വിളിക്കുക. അപ്പോൾ തിയറം 2.1 പറഞ്ഞിരിക്കുന്നത്, ഇഫ് n is greater than or equal to 1, sigma d divides and mu of d is equal to greatest integer part of 1 by n ആണ്. ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ പാർട്ട് ഓഫ് 1 by എന്ന് പറഞ്ഞാൽ n 1 ആയി കഴിഞ്ഞാൽ അത് ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ പാർട്ട് ഓഫ് 1 ആയിരിക്കും. n 1നേക്കാൾ മുകളിലായി കഴിഞ്ഞാൽ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ പാർട്ട് ഓഫ് 1 by n. 1 by n is always less than 1 ആയിരിക്കും ആ കേസിൽ. അപ്പോൾ 0 ആയിരിക്കും. അതാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ n equal to 1 ആണെങ്കിൽ അത് വളരെ ക്ലിയർ ആണ്. കാരണം n equal to 1 ആണെങ്കിൽ അതിൻ്റെ ഡിവൈസറായിട്ട് 1 മാത്രമേ കിട്ടുള്ളൂ. പോസിറ്റീവ് ഡിവൈസേഴ്സ് ആയിട്ട് 1 മാത്രമേ കിട്ടുള്ളൂ. അപ്പോൾ സിഗ്മ ഡി ഡിവൈഡ്സ് ആൻഡ് മ്യൂ ഓഫ് ഡി എന്ന് പറയുന്ന LHSൽ ഒറ്റ ടൈമേ ഉണ്ടാവുള്ളൂ. മ്യൂ ഓഫ് 1 മാത്രമേ ഉണ്ടാവുള്ളൂ. മ്യൂ ഓഫ് 1 നമ്മൾ നേരത്തെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത് 1 എന്നാണ്. അപ്പോൾ LHS 1 ആയി. RHS ഒബ്വിയസ്ലി ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ പാർട്ട് ഓഫ് 1 by 1 ആണ്, 1 ആണ്. അപ്പോൾ ഇനി n ഗ്രേറ്റർ ദാൻ 1 നമുക്ക് റിസൾട്ട് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ n ഗ്രേറ്റർ ദാൻ 1 ഉള്ള ഏത് ഇൻറ്റിജർ n കിട്ടിക്കഴിഞ്ഞാലും ദാറ്റ് n ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് പ്രൈംസിന് എഴുതാൻ പറ്റും. കാരണം ഇത് നമ്മുടെ ഇതറിയപ്പെടുന്ന ഈ റിസൾട്ട് അറിയപ്പെടുന്നത് ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക് എന്നാണ്. അതും ചാപ്റ്റർ 1 ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അത് വായിക്കുമ്പോൾ അവിടെ അതിൻ്റെ എക്സാക്ട് സ്റ്റേറ്റ്മെൻറ്റ് അത് തെറ്റാതെ പറയാമെന്നുള്ളത് വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. പലപ്പോഴും ഞാൻ ക്ലാസ്സിൽ നിങ്ങൾ വരുവാണെങ്കിൽ ഞാൻ ഓരോരുത്തരോടും എങ്ങനെയാണ് ഒരു ഈ നമ്മുടെ ഫണ്ടമെൻ്റൽ തിയറം ഓഫ് അരിത്തമെറ്റിക്കിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് എന്നുള്ളത് എനിക്ക് കേൾക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള ഒരു കാര്യമായിരുന്നു. ഓരോരുത്തരും എങ്ങനെയാണ് അത് പറയണത് എന്നുള്ളത്. അപ്പോൾ കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് നിങ്ങൾക്ക് ഇവിടെ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് തന്നെയാണ് കറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ്. n ഗ്രേറ്റർ ദാൻ 1 ദാറ്റ് n ക്യാൻ ബി എക്സ്പ്രസ്ഡ് ആസ് എ പ്രോഡക്റ്റ് ഓഫ് പവേഴ്സ് ഓഫ് പ്രൈംസ് എന്ന് പറയാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇവാലുവേറ്റ് ചെയ്യാം സിഗ്മ ഡി ഡിവൈഡ്സ് ആൻഡ് മ്യൂ ഓഫ് ഡി എന്തായിരിക്കും. സിഗ്മ ഡി ഡിവൈഡ്സ് ആൻഡ് മ്യൂ ഓഫ് ഡിയിൽ നമുക്ക് ചെയ്യേണ്ടത് ഒരു പർട്ടിക്കുലർ അതിൻ്റെ എല്ലാ ഡിവൈസസും എടുക്കണം, അവിടെ മ്യൂ വാല്യൂ ഇവാലുവേറ്റ് ചെയ്യണം, എല്ലാം കൂടെ ആഡ് ചെയ്യണം. പക്ഷേ മ്യൂ വാല്യൂവിൻ്റെ പ്രത്യേകത എന്താണ്? ഏതെങ്കിലും ഒരു നമ്പറിനെ ഒരു പ്രൈമിൻ്റെ സ്ക്വയർ ഡിവൈഡ് ചെയ്താൽ മ്യൂ വാല്യൂ 0 ആണ്. അപ്പോൾ നമ്മൾ സിഗ്മ ഡി ഡിവൈഡ്സ് ആൻഡ് മ്യൂ ഓഫ് ഡി ഇവാലുവേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെയുള്ള ഡിവൈസസ് ഓഫ് n മാത്രം കൺസിഡർ ചെയ്താൽ മതി? ഡിവൈസസ് സച്ച് ദാറ്റ് no square of a prime divides that divisor. അതായത് ആ ഡിവൈസറിനെ ഒരു പ്രൈമിൻ്റെയും സ്ക്വയർ ഡിവൈഡ് ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള ആൾക്കാരെ മാത്രം കൺസിഡർ ചെയ്താൽ മതി. കാരണം ബാക്കിയുള്ള എല്ലാ ഡിവൈസസിൻ്റെയും മ്യൂ വാല്യൂ 0 ആയിരിക്കും. സോ വി കൺസിഡർ ഓൺലി ദ ഡിവൈസസ് ഓഫ് ദ ഫോം 1, P1, P2, etc. Pk, P1, P2, P1, P3, etc. Pk minus 1 Pk. That is taken 2 at a time. Then P1, P2, P3, P1, P2, P4, etc. taken 3 at a time. At last we have
P1, P2, P3, etc., Pk. So we need to consider only these devices of n to evaluate mu value, because rest of the devices of n will give mu value as 0. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? mu of 1 is nothing but 1. mu of p1 is kc1 times, sorry, mu of p1 is minus 1, mu of p2 is minus 1, etc. So if we take one at a time, we have minus 1 all the way. So kc1 times minus 1 എഴുതാം, plus kc2 times minus 2 എഴുതാം, etc. kck times minus 1 raised to k എഴുതാൻ പറ്റും. ഇത് ഒന്നുമല്ല, ബൈനോമിയൽ തിയറമാണ്. ബൈനോമിയൽ തിയറത്തിൽ 1 - 1 ഹോൾ റേസ്ഡ് ടു k ആണ്, ദാറ്റ് ഈസ് ഈക്വൽ ടു 0 എന്ന് പറയാൻ പറ്റും. ഒരു എളുപ്പത്തിൽ നമുക്ക് ഡിവൈസർ സം ഫോർമുല പറയാൻ പറ്റും. അടുത്ത് നമ്മൾ കാണുന്ന ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അരിത്തമാറ്റിക്കൽ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഫൈ ഓഫ് എൻ ആണ്. ഓയിലർ-ടോർഷൻ ഫംഗ്ഷനാണ്. ഇത് നമുക്ക് വളരെ ഫെമിലിയർ ആണ്. നമ്മൾ UG ക്ലാസ്സുകളെല്ലാം നമ്മളത് കണ്ടിട്ടുള്ള ഫംഗ്ഷനാണ്. ഇതിൻ്റെ ഡെഫിനിഷൻ നമുക്ക് പറയാം. ഫൈ ഓഫ് എൻ ഇസ് ഈക്വൽ ടു ദ നമ്പർ ഓഫ് പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ n ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു n ആണ്. അപ്പോൾ അതിന് ഞാൻ ഫൈ ഓഫ് എൻ ഇസ് ഈക്വൽ ടു സിഗ്മ k ഈക്വൽ ടു 1 to n 1 എന്ന് എഴുതിയാൽ ദ സം ഈസ് എക്സ്റ്റെൻഡഡ് ഓവർ ദോസ് k റിലേറ്റീവ്ലി പ്രൈം ടു n എന്ന് വിളിക്കും. അങ്ങനെയാണെങ്കിൽ ആ പറയുന്ന ഫൈ ഓഫ് എൻ നമ്മൾ പഠിച്ച അല്ലെങ്കിൽ അണ്ടർ ഗ്രാജുവേറ്റ് ക്ലാസ്സുകളിൽ പഠിച്ച അതേ ക്വാണ്ടിറ്റി ആയിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റും. അപ്പോൾ തുടക്കത്തിൽ ഇൻട്രസ്റ്റിംഗ് ആയിട്ടൊരു കാര്യം നിങ്ങൾക്ക് എഴുതാവുന്ന ഒരു എക്സസൈസ് എന്ന് പറയുന്നത് ഫൈ ഓഫ് 1, ഫൈ ഓഫ് 2, ഫൈ ഓഫ് 3, ഫൈ ഓഫ് ഇങ്ങനെയുള്ള വാല്യൂസ് ഒക്കെ എന്തായിരിക്കും എന്ന് കണ്ടുപിടിക്കാം. അതുപോലെ മ്യൂ നമ്മൾ ഡിഫൈൻ ചെയ്തിട്ടുള്ളതുകൊണ്ട് മ്യൂ ഓഫ് 1, മ്യൂ ഓഫ് 2, മ്യൂ ഓഫ് 3 ഒക്കെ എന്താണെന്ന് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ അടുത്ത് നമ്മൾ ചെയ്യുന്നത് ഫൈ എന്ന് പറയുന്ന അരിത്തമാറ്റിക്കൽ ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്താൽ അതിൻ്റെ ഡിവൈസർ സം ഫോർമുല. ഡിവൈസർ സം ഫോർമുല എന്ന് പറയുന്നത് d ഡിവൈഡ്സ് n ഫൈ ഓഫ് d എന്താണെന്നുള്ളത് കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അത് എന്നാണെന്നാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു കാര്യം എന്ന് പറയുന്നത് ഒരു ബൈജക്ഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിക്കുന്നുള്ളതാണ്. രണ്ട് സെറ്റിൻ്റെ കാർഡിനാലിറ്റി സെയിം ആണെന്ന് പറയാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് ആ സെറ്റിൽ നിന്ന് മറ്റൊരു സെറ്റിലേക്ക് അടുത്ത സെറ്റിലേക്കുള്ള ഒരു 1, 1, 1, 2 ഫംഗ്ഷൻ ഉണ്ടെന്ന് ക്ലെയിം ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അതെങ്ങനെയാണ് ഇവിടെ അത് വർക്ക് ആവണമെന്ന് നമുക്ക് നോക്കാം. അതിൽ നമ്മൾ വി സ്റ്റാർട്ട് വിത്ത് സെറ്റ് എസ് കൺസിസ്റ്റിംഗ് ഓഫ് n പോസിറ്റീവ് ഇൻറ്റീജേഴ്സ് 1, 2, 3, etc. Then we will find a partition for s. That's the first thing. For that we will consider d of divisor d of n and define a of d as set of all k belongs to s such that gcd of k comma n is equal to d. അതായത് n-ൻ്റെ ഡിവൈസർ എടുക്കുന്നു, a of d ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, a of ഡിയിൽ അങ്ങനെയുള്ള എലമെൻറ്റ്സ് ഉണ്ടാവും. 1, 2, 3, etc. n വരെയുള്ള എലമെൻറ്റ്സിൽ n-ഉമായിട്ട് GCD കണ്ടുപിടിക്കുമ്പോൾ d കിട്ടുന്നുണ്ടോ എങ്കിൽ അത് a of ഡിയിൽ ഉണ്ടാവും. ഓക്കെ, അപ്പോൾ ഈ പറയുന്നതൊക്കെ നിങ്ങൾക്ക് ഒരു എക്സസൈസ് പോലെ നിങ്ങൾക്ക് ഒരു n-ൻ്റെ വാല്യൂ 6 എടുത്തു, ഡിവൈസറായിട്ടുള്ള 2 കൺസിഡർ ചെയ്യുക. സോ a of 2 എന്താണ് ഇൻ കേസ് n is equal to 6 എന്താണെന്നുള്ളത് നമുക്ക് ഇവാലുവേറ്റ് ചെയ്ത് വേണമെങ്കിൽ ഒരു എക്സാമ്പിൾ പോലെ എഴുതാൻ ശ്രമിക്കാം. പക്ഷെ ഇപ്പോൾ ഇവിടെ എഴുതാനുള്ളൊരു സൗകര്യം ഇല്ലാത്തത് കൊണ്ട് ഞാൻ എഴുതാത്തതാണ്. അല്ലെങ്കിൽ ഒന്ന് എഴുതി കാണിക്കണമെന്ന്, അല്ലെങ്കിൽ ബോർഡിലൊക്കെ ഞാൻ എഴുതിയായിരുന്നു നമ്മുടെ ഗൂഗിൾ മീറ്റ് വിളിച്ചപ്പോൾ. ഇതിനുള്ളൊരു സംവിധാനം, എഴുതാനുള്ളൊരു സംവിധാനവും ഞാൻ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അത് പറ്റുവാണെങ്കിൽ നമുക്കത് ഈ എന്താ പറയുന്നത് റണ്ണിങ്ങിൽ തന്നെ നമുക്ക്, അല്ലെങ്കിൽ ഈ പ്രസൻറ്റേഷനിൽ തന്നെ എഴുതി കാണിക്കാൻ പറ്റുമായിരുന്നു നിങ്ങൾ. ഓക്കെ, അപ്പോൾ നമ്മൾ a of d എങ്ങനെ ഡിഫൈൻ ചെയ്യുന്നത്? ഒരു പർട്ടിക്കുലർ n-ന് ഒരു ഡിവൈസർ എടുക്കുന്നു, a of d ഡിഫൈൻ ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത d ഡിവൈസർ എടുത്താണ് a of d ഡിഫൈൻ ചെയ്യുക. ഡിവൈസർ അല്ലാത്ത എലമെൻറ്റ്സുകൾക്ക് നമുക്ക് a of d കൺസിഡർ ചെയ്യേണ്ട കാര്യമില്ല. അതായത് ഇപ്പോൾ 1, 2, 3, etc. 6 വരെയുള്ള നമ്പേഴ്സാണ് കൺസിഡർ ചെയ്യുക. വെച്ചാൽ n is equal to 6 ആണെങ്കിൽ ഇപ്പോൾ നമ്മൾ a of i ഇവാലുവേറ്റ് ചെയ്യണോ? a of i ഇവാലുവേറ്റ് ചെയ്യാം. പക്ഷേ അത് സംഭവിക്കുന്നത് എന്താണ്? എസ്സിലുള്ള അല്ലെങ്കിൽ 1, 2, 3, etc. 6 വരെയുള്ള നമ്പേഴ്സിൽ 6ഉമായിട്ട് GCD കണ്ടുപിടിക്കുമ്പോൾ 5 എന്ന് കിട്ടുന്നുണ്ടോ ഏതെങ്കിലും നമ്പേഴ്സിന്? 1ഉം 6ഉം തമ്മിലുള്ള GCD 5 ആണോ? 2ഉം 6ഉം തമ്മിലുള്ള GCD 5 ആണോ? അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ഒരു നമ്പേഴ്സും 6ഉമായിട്ട് GCD നോക്കുമ്പോൾ 5 വരില്ല. കാരണം GCD എന്ന് പറയുന്നത് കോമൺ ഡിവൈസറാണ്. അപ്പോൾ അത് ഉറപ്പായിട്ടും 6ൻ്റെ ഡിവൈസർ ആവണം. 5 ഷുഡ് നോട്ട് ബി എ ഡിവൈസർ ഓഫ് 6 എന്ന് പറയാം. അതുകൊണ്ട് തന്നെ a of 5 ഇവാലുവേറ്റ് ചെയ്യേണ്ട. a of 5 ഇവാലുവേറ്റ് ചെയ്താൽ തന്നെ സെറ്റ് ആയിരിക്കും. അതാണ് ഇവിടുത്തെ ഐഡിയ. അതുകൊണ്ട് ഡിവൈസറിന് മാത്രം a of d ഇവാലുവേറ്റ് ചെയ്താൽ മതി. അങ്ങനെ ഇവാലുവേറ്റ് ചെയ്ത് അപ്പോൾ a of ഡിയുടെ പ്രത്യേകം എന്താണ്? 1, 2, 3, etc. n വരെയുള്ള ഏത് നമ്പർ എടുത്താലും അതിന് n-ഉമായിട്ട് GCD നോക്കിയാൽ ഒരു നമ്പർ കിട്ടും. അപ്പോൾ ഈ പറയുന്ന 1 to n വരെയുള്ള എല്ലാ നമ്പേഴ്സിനെയും നമുക്ക് ഇതുപോലുള്ള ഏതെങ്കിലും ഒരു a of ഡിയിൽ എന്താ പറയുക എൻക്ലോസ് ചെയ്യാൻ പറ്റും. ഇനി ഈ a of ഡികളെല്ലാം ഡിസ്ജോയിൻ്റ് ആയിരിക്കുകയും ചെയ്യും. എന്ന് വെച്ചാൽ ഈ a of d ഫോം എ പാർട്ടീഷൻ ഫോർ ദ സെറ്റ് എസ് എന്ന് പറയാം.
അപ്പോൾ ഉറപ്പായിട്ടും ഈ എ ഓഫ് ഡികളുടെ കാർഡിനാലിറ്റികളെല്ലാം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എസിൻ്റെ കാർഡിനാലിറ്റി കിട്ടും, വെച്ചാൽ എൻ കിട്ടും. അതാണ് തൊട്ട് താഴെ ചെയ്തിരിക്കുന്നത്. Therefore, if f of d denotes the number of integers in a of d, we can write sigma d divides n f of d is equal to n. ഇനി നമ്മൾ ഈ എഫ് ഓഫ് ഡിനെ നമുക്ക് ഫൈ ഓഫ് ഡി വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ, അല്ലെങ്കിൽ സിഗ്മ ഡി ഡിവൈഡ്സ് ആൻഡ് ഫൈ ഓഫ് ഡി വെച്ച് റീപ്ലേസ് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ് നമ്മൾ അടുത്ത് അന്വേഷിക്കുക. അത് നമ്മൾ ചെയ്യുന്നത് 2 സെറ്റുകളാണ് കൺസിഡർ ചെയ്യുക. ഒന്ന് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആദ്യം ഒരു ബൈജക്ഷൻ നമുക്ക് നോക്കാം, അല്ലെങ്കിൽ എങ്ങനെയാണ് 2 സെറ്റുകളുടെ കൺസ്ട്രക്ട് ചെയ്യണമെന്ന് നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞില്ലേ, ഈ എഫ് ഓഫ് ഡിനെ നമുക്ക് ഫൈയിലേക്ക് കൊണ്ടുവരണമെങ്കിൽ നമുക്കൊരു ബൈജക്ഷൻ പ്രിൻസിപ്പിൾ ഉപയോഗിക്കണം എന്നുള്ളതാണ്. അത് നമ്മൾ ചെയ്യുന്നത്, നമ്മൾ 1 2 3 etc n വരെയുള്ള ഏതെങ്കിലും ഒരു കെ ചൂസ് ചെയ്താൽ ആ കെയും എന്നും നമ്മളുടെ ജി സി ഡി ഡി ആണെങ്കിൽ, ഓക്കെ, ഇഫ് ആൻഡ് ഓൺലി ഇഫ് ജി സി ഡി ഓഫ് കെ ബൈ ഡി എൻ ബൈ ഡി 1 ആയിരിക്കും. കാരണം നമുക്കറിയാം കെൻ്റെയും എന്നിൻ്റെയും ഗ്രേറ്റസ്റ്റ് ഡിവൈസറാണ് ഡി. അത് അതിൽ നിന്ന് റിമൂവ് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി കിട്ടുന്ന നമ്പേഴ്സ് നമ്മളുടെ ജി സി ഡി അല്ലെങ്കിൽ അത് ബാക്കിയുള്ള എൻ്റെ നമ്പേഴ്സ് റിലേറ്റീവ് പ്രൈം ആയിരിക്കും. അപ്പോൾ കെ കോമ എൻ ജി സി ഡി കെ കോമ എൻ ഈസ് ഈക്വൽ ടു ഡി എന്ന് പറയുന്നതും കെ ബൈ ഡിയും എൻ ബൈ ഡിയും റിലേറ്റീവ്ലി പ്രൈം ആണെന്ന് പറയുന്നതും ഇഫ് ആൻഡ് ഓൺലി ക്രൈറ്റീരിയ ആണ്, ക്യാരക്ടറൈസേഷനാണ്. അപ്പോൾ എൻ ബൈ ഡിയിൽ നിന്ന്, അല്ലെങ്കിൽ എന്താ പറയുക, കെ എൻ ബൈ ഡി എന്ന് പറയുന്ന നമ്പറിന് കെ ബൈ ഡി ആയിട്ട് എങ്ങനെ റിലേറ്റ് ചെയ്യുന്നു, അങ്ങനെ റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ നമുക്ക് കെയിനെയും എന്നിനെയും റിലേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. അത് ജി സി ഡി ഉപയോഗിച്ച് ഒരെണ്ണത്തിന് 1 ആണെങ്കിൽ അടുത്ത് ഡി ആയിരിക്കും. ഓക്കെ, അതുപോലെ തന്നെ 0 ലെസ് ദാൻ കെ ലെസ് ദാൻ ഈക്വൽ ടു എൻ ഇഫ് ആൻഡ് ഓൺലി ഇഫ് 0 ലെസ് ദാൻ കെ ബൈ ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ബൈ ഡി. ദിസ് ഇസ് നത്തിങ് ബട്ട് ദ പ്രോപ്പർട്ടി ഓഫ് ഇൻഇക്വാളിറ്റി. നിങ്ങൾ ആ ഇൻഇക്വാളിറ്റിനെ മൊത്തം ഡി വെച്ച് ഡിവൈഡ് ചെയ്യുക. ഡി ഒരു നോൺ സീറോ നമ്പറാണ്, അത് ഡി വെച്ച് ഡിവൈഡ് ചെയ്യുക. നോൺ നെഗറ്റീവ് നമ്പറാണ്, ഡി വെച്ച് ഡിവൈഡ് ചെയ്താൽ ഈ പറയുന്നത് കറസ്പോണ്ടൻസ് കിട്ടും. അതുകൊണ്ട് തന്നെ ഇപ്പോൾ നമ്മൾ കെ ഇസ് ഈക്വൽ ടു ക്യൂ ഇസ് ഈക്വൽ ടു കെ ബൈ ഡി എന്ന്, അല്ലെങ്കിൽ കെ ബൈ ഡി ഫോമിൽ വരുന്ന ആൾക്കാരെ ക്യൂ എന്ന് വിളിച്ചാൽ എന്താ സംഭവിക്കുക? ദർ ഇസ് എ 1-to-1 കറസ്പോണ്ടൻസ് ബിറ്റ്വീൻ ദ എലമെൻറ്റ്സ് ഇൻ എ ഓഫ് ഡി ആൻഡ് ദോസ് ഇൻഡിജേഴ്സ് ക്യൂ സാറ്റിസ്ഫൈങ് ദിസ്. എന്ന് വെച്ചാൽ എ ഓഫ് ഡിയിൽ ഒരു എലമെൻ്റ് എടുത്താൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് നമ്മൾ ഈ പറയുന്ന 0 തുടങ്ങി അല്ലെങ്കിൽ 0 1 2 3 എക്സെട്ര എൻ ബൈ ഡി വരെയുള്ള ഒരു നമ്പർ കണ്ടെത്താൻ പറ്റും. അത്രേ ഉള്ളൂ ഇവിടുത്തെ ഐഡിയ. അതായത് ഇപ്പോൾ എ ഓഫ് ഡിയിൽ നിന്ന് ഞാനൊരു എന്താ പറയുക, ഒരു നമ്പർ ഞാൻ ചൂസ് ചെയ്യണം. എ ഓഫ് ഡിയിൽ നിന്ന് ഞാൻ ചൂസ് ചെയ്യുന്ന നമ്പറിനെ എം എന്ന് വിളിച്ചാൽ എനിക്ക് പറയാൻ പറ്റുന്നത് എന്താണ്, അല്ലെങ്കിൽ കെ എന്ന് വിളിച്ചാൽ ആ കെയും എന്നും തമ്മിലുള്ള ജി സി ഡി ഡി ആയിരിക്കും. അപ്പോൾ കെയും എന്നും തമ്മിലുള്ള ജി സി ഡി ഡി ആണെങ്കിൽ കെ ബൈ ഡിയും എൻ ബൈ ഡിയും തമ്മിലുള്ള ജി സി ഡി 1 ആയിരിക്കും. അപ്പോൾ ഈ കെ ബൈ ഡി എന്ന് പറയുന്ന നമ്പർ, ഓക്കെ, അതിനെ നമ്മൾ ക്യൂ എന്ന് വിളിച്ചാൽ എനിക്കെന്ത് പറയാൻ പറ്റും? എ ഓഫ് ഡിയിൽ നിന്ന് കെ എടുക്കുന്നു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഒരു ക്യൂ കണ്ടുപിടിക്കുന്നു. അത് യുണീക്ക് ക്യൂ ആയിരിക്കും. കാരണം എന്താണ്, കെ എടുത്താൽ അതിനെ ക്യൂവിനെ ഞാൻ ഡിഫൈൻ ചെയ്യുന്നത് കെ ബൈ ഡി എന്നാണ്. സോ ദാറ്റ് ഇസ് യുണീക്ക്. കാരണം ഡി ഫിക്സ്ഡ് ആണ്, ഈ പറയുന്ന കെയും ഫിക്സ്ഡ് ആണ്. അതുപോലെ തന്നെ കെ ഓഫ് ഡി നമ്മൾ, അല്ലെങ്കിൽ ക്യൂ നമ്മൾ ഈ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്ന 0 ലെസ് ദാൻ ക്യൂ ലെസ് ദാൻ എൻ ബൈ ഡി ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ ബൈ ഡി ചൂസ് ചെയ്താൽ വിത്ത് ജി സി ഡി 1 ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഞാൻ ഡി വെച്ച് മൾട്ടിപ്ലൈ ചെയ്യാം. ഓക്കെ, അതിനെ ക്യൂ ഡി എന്ന് വിളിക്കാം. ആ ക്യൂ ഡി എന്ന് പറയുന്നത് എന്തായിരിക്കും പ്രത്യേകത? ക്യൂ ഡി ഈസ് ഓൾവേസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു എൻ എന്ന് പറയാൻ പറ്റും. ഇനി ക്യൂ ഡിയും എന്നും തമ്മിലുള്ള ജി സി ഡി ഡി ആയിരിക്കും ചെയ്യും. അപ്പോൾ നമുക്കൊരു 1-to-1 കറസ്പോണ്ടൻസ് കിട്ടും. അപ്പോൾ നമ്മൾ എ ഓഫ് ഡി കൗണ്ട് ചെയ്യുന്നതിന് പകരം എങ്ങനെയുള്ള നമ്പേഴ്സ് കൗണ്ട് ചെയ്താൽ മതി? 1 തുടങ്ങി 1 2 3 എക്സെട്ര എൻ ബൈ ഡി വരെയുള്ള ഇൻഡിജേഴ്സിൽ ക്യൂവും എൻ ബൈ ഡിയും തമ്മിലുള്ള ജി സി ഡി 1 ആയിട്ട് വരുന്ന ആൾക്കാരെ മാത്രം എടുത്താൽ മതി. അപ്പോൾ അത് ആ 2 സെറ്റിൻ്റെ കാർഡിനാലിറ്റി സെയിം ആയിരിക്കും. അതുകൊണ്ട് എ ഓഫ് ഡിയുടെ കാർഡിനാലിറ്റി ദാറ്റ് ഇസ് എഫ് ഓഫ് ഡി, അതും ഈ പറയുന്ന എന്താ പറയുക ഫൈ ഓഫ് എൻ ബൈ ഡി എന്ന് പറയുന്നതും എന്തായിരിക്കും? സെയിം നമ്പർ ആയിരിക്കും. സോ വി ക്യാൻ റീപ്ലേസ് ദാറ്റ് എഫ് ഓഫ് ഡി ബൈ ഫൈ ഓഫ് എൻ ബൈ ഡി. ദെൻ 1 ബിക്കംസ് സിഗ്മ ഡി ഡിവൈഡ്സ് എൻ ഫൈ ഓഫ് എൻ ബൈ ഡി ഈസ് ഈക്വൽ ടു എൻ എന്ന് വിളിക്കാൻ പറ്റും. ഇനി നമ്മൾ ആലോചിച്ച് നോക്കുക, ഡി ഡിവൈഡ്സ് എൻ ഫൈ ഓഫ് എൻ ബൈ ഡി എന്ന് പറയുന്നത് ഓരോ, ഇപ്പോൾ D1 D2 D3 എക്സെട്ര ഡി കെ എന്ന് പറയുന്നതാണ് സെറ്റ് ഓഫ് ഓൾ ഡിവൈസസ് ഓഫ് എൻ എങ്കിൽ എൻ ബൈ D1 എൻ ബൈ D2 എൻ ബൈ D3 എന്ന് പറയുന്നതും അതേ ഡിവൈസസ് ആയിരിക്കും ഇൻ സം ഓർഡർ, ഇൻ ഡിഫറെൻറ്റ് ഓർഡർ എന്നാണ് വേണമെങ്കിൽ പറയാം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ ഡിവൈസറും വാല്യൂ ചെയ്ത് ഫൈ ഓഫ് ഡി വാല്യൂറ്റ് ചെയ്യുന്നതും എല്ലാ ഡിവൈസറും വാല്യൂ ചെയ്ത് ഫൈ ഓഫ് എൻ ബൈ ഡി വാല്യൂറ്റ് ചെയ്യുന്നതും സെയിം വാല്യൂ ആയിരിക്കും. അതുകൊണ്ട് ഫൈ ഓഫ് എൻ ബൈ ഡിനെ നമുക്ക് ഫൈ ഓഫ് ഡി വെച്ച് റീപ്ലേസ് ചെയ്യാം. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ പറയുന്ന ഡിവൈസർ ഫോമുല പ്രൂവ് ചെയ്തെന്ന് പറയാൻ പറ്റും. ഈ ഇന്നത്തെ നമ്മളിന്ന് ഡിസ്കസ് ചെയ്തതിൻ്റെ അവസാനത്തെ സ്ലൈഡ് ഇതാണ്. ഇത് മുഴുവൻ എനിക്ക് പറയാൻ പറ്റിയില്ല. ഇതിലും ഇതേപോലെയുള്ള ഒരു, അല്ലെങ്കിൽ നമ്മൾ നേരത്തെ മ്യൂ ഓഫ് എന്നും ഫൈ ഓഫ് എന്നും ഡിഫൈൻ ചെയ്തു എങ്കിൽ അവ തമ്മിലുള്ള റിലേഷൻ എന്താണ്, അതാണ് ഈ പറയുന്ന തിയറത്തിൽ പറഞ്ഞിരിക്കുന്നത്. ഇതാണ് 2.4 എന്ന് പറയുന്ന സെക്ഷൻ. ഇത്രയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുക. അപ്പോൾ ഇതിൽ ഫൈ ഓഫ് എൻ ഇസ് ഈക്വൽ ടു സിഗ്മ ഡി ഡിവൈഡ്സ് ആൻഡ് മ്യൂ ഓഫ് ഡി എൻ ബൈ ഡി ഇൻറ്റു എൻ ബൈ ഡി എന്നാണ്. അത് എൻ ബൈ ഡി നമുക്ക്
പ്രൂവ് ചെയ്യാൻ പറ്റും. അത് നമ്മൾ ചെയ്യുന്നത് ഫൈ ഓഫ് എൻ്റെ വാല്യൂ സ്റ്റാർട്ട് ചെയ്യും. ഫൈ ഓഫ് എന്ന് പറയുന്നത് എങ്ങനെയാണ്, എത്ര ഇൻറ്റീജേഴ്സ് എന്നേക്കാൾ താഴെയുണ്ടോ, എത്ര അതിലേതൊക്കെയാണ് റിലേറ്റീവ് പ്രൈം 10 ആയിട്ടുള്ളത്, അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കൗണ്ട് ചെയ്യണം. അപ്പോൾ ഈ സിഗ്മ നമുക്ക് ഫൈ ഓഫ് എൻ എങ്ങനെ എഴുതാം, സിഗ്മ കെ ഈക്വൽ ടു 1 to n എഴുതാം. സിഗ്മ കെ ഈക്വൽ ടു 1 to n ജി സി ഗ്രേറ്റസ്റ്റ് ഇൻറ്റീജർ ഫംഗ്ഷൻ 1/n, k എന്ന് എഴുതാൻ പറ്റും. അപ്പോൾ ഇവിടുത്തെ പ്രത്യേകത കെയും എന്നും നമ്മുടെ ജി സി ഡി 1 ആണെങ്കിൽ മാത്രമാണ് ഇത് 1/1 കിട്ടുക, ബാക്കി എല്ലാ കേസിലും അതെന്തായിരിക്കും 0 ആയിരിക്കും. അപ്പോൾ ദിസ് സം കൗണ്ട്സ് ഓൺലി ദ ഇൻറ്റീജേഴ്സ് ലെസ് ദാൻ n ആൻഡ് റിലേറ്റീവ്ലി പ്രൈം ടു എന്ന് പറയാൻ പറ്റും. അപ്പോൾ ഇത് ഇനി നമ്മൾ ഉപയോഗിക്കുന്നത് ഡിവൈസർ സം ഫോർമുല ഫോർ മ്യൂ ഓഫ് n ആണ്. നമ്മൾ നേരത്തെ ഞാൻ ആ സ്ലൈഡ് ഒന്ന് കാണിക്കാം നിങ്ങളെ. ഡിവൈസർ സം ഫോർമുല ഫോർ മ്യൂബിയസ് ഫംഗ്ഷൻ നമ്മൾ ഡിഫൈൻ ചെയ്തത് ഇങ്ങനെയാണ്. അതായത് സിഗ്മ ഡി ഡിവൈഡ്സ് എൻ മ്യൂ ഓഫ് ഡി എന്ന് പറയുന്നത് ഇൻറ്റിജർ പാർട്ട് ഓഫ് 1/n ആണ്. അപ്പോൾ സിഗ്മ ഡി ഡിവൈഡ്സ് ഇവിടെ ജി സി ഡി ഓഫ് എൻ കോമ കെ കൊടുത്താൽ ഞാൻ ഇവിടെയും എന്ത് വെച്ച് റീപ്ലേസ് ചെയ്യേണ്ടി വരും, ജി സി ഡി ഓഫ് എൻ കോമ കെ വെച്ച് റീപ്ലേസ് ചെയ്യേണ്ടി വരും. സോ ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ 1/GCD of n, k എന്ന് പറയുന്നത് സിഗ്മ ഡി ഡിവൈഡ്സ് എൻ കോമ കെ മ്യൂ ഓഫ് ഡി ആണ്. ക്ലിയർ? അതാണ് നമ്മൾ ഇവിടെ ഉപയോഗിച്ചിരിക്കുന്ന ഐഡിയ. ഫൈ ഓഫ് എൻ എങ്ങനെ എഴുതാം, ഈ പറയുന്ന ഗ്രേറ്റസ്റ്റ് ഇൻറ്റിജർ ഫംഗ്ഷൻ ഓഫ് 1/n GCD n, k നെ നമുക്ക് ഇങ്ങനെ റീപ്ലേസ് ചെയ്യാൻ പറ്റും. സിഗ്മ ഡി ഡിവൈഡ്സ് എൻ കോമ കെ മ്യൂ ഓഫ് ഡി എന്ന് എഴുതാൻ പറ്റും. ഇനി ഒന്ന് ആലോചിച്ച് നോക്കുക, സിഗ്മ കെ ഇസ് ഈക്വൽ ടു 1 to n സിഗ്മ ഡി ഡിവൈഡ്സ് എൻ കോമ കെ. ഡി എന്ന് പറയുന്നത് എന്നിൻ്റെയും കെയുടെയും ജി സി ഡിനെ ഡിവൈഡ് ചെയ്യും എന്ന് പറഞ്ഞാൽ എൻ്റെ അർത്ഥം ഡി എന്ന് പറയുന്നത് എന്നിനെ ഡിവൈഡ് ചെയ്യണം, ഡി എന്ന് പറയുന്നത് കെനെ ഡിവൈഡ് ചെയ്യണം. തിരിച്ച് ഡി എന്നിനെയും കെനെ ഡിവൈഡ് ചെയ്താൽ ഓട്ടോമാറ്റിക്കായി ഡി ആരെ ഡിവൈഡ് ചെയ്യും, ജി സി ഡിനെ ഡിവൈഡ് ചെയ്യും. അത് എങ്ങനെയാണെന്ന് അറിയാൻ വേണ്ടി ഒന്നുമില്ല, ജി സി ഡിയുടെ ഡെഫിനിഷൻ നോക്കിയാൽ മതി, അതും ഫസ്റ്റ് ചാപ്റ്ററിലെ കാര്യമാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് അതിനെ ഇങ്ങനെ എഴുതാൻ പറ്റും. ഇനി ഫോർ എ ഫിക്സ്ഡ് ഡിവൈസർ, അപ്പോൾ ഇത് നമ്മൾ ചെയ്തിരിക്കുന്നത് ഇതൊരു പർട്ടിക്കുലർ തരത്തിലെ മ്യൂ ഓഫ് ഡികൾ ആഡ് ചെയ്തിരിക്കുന്നതാണ്. കെ ഈക്വൽ ടു 1 ആകുമ്പോൾ ഇത്തരത്തിലുള്ള മ്യൂ ഓഫ് ഡികൾ ആഡ് ചെയ്യും, കെ ഈക്വൽ ടു 2 ആകുമ്പോൾ ഇത്തരത്തിലുള്ള മ്യൂ ഓഫ് ഡികൾ ആഡ് ചെയ്യും. അങ്ങനെയാണ് ചെയ്തിരിക്കുന്നത്. ഇതിനൊരു ഓർഡർ മാറ്റി കഴിഞ്ഞാൽ എങ്ങനെ, ഇതെല്ലാം ഫൈനൈറ്റ് നമ്പർ ഓഫ് ടേംസ് ഉള്ള സംസ് ആണ്. അപ്പോൾ ഈ രണ്ട് സമ്മിനെ നമുക്ക് ഏത് ഓർഡറിൽ വേണമെങ്കിൽ ആഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ ഓർഡർ എന്താ പറയുക, ഇൻ്റർചേഞ്ച് ചെയ്യുന്നൊരു പ്രൊസീജിയറാണ് അടുത്ത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മളൊരു പർട്ടിക്കുലർ ഡിവൈസർ ഓഫ് n ഫിക്സ് ചെയ്യുക എങ്കിൽ നമുക്ക് എന്താ സംഭവിക്കുക, അത് കെ ഈക്വൽ ടു 1-ൽ, അപ്പോൾ അതായത് ഇവിടെ എല്ലാം മ്യൂ ഓഫ് ഡികളാണ് നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്. മ്യൂ ഓഫ് ഡി എന്ന പ്രത്യേകം എന്താ, ആ ഡി കെയുടെ ഡിവൈസർ ആയിരിക്കണം. ഓക്കെ, ഡി കെയുടെ ഡിവൈസർ ആയിരിക്കണം, മാത്രമല്ല ഡി എൻ ഡിവൈസർ ആയിരിക്കണം. അപ്പോൾ ഞാനൊരു ഡിവൈസർ ഫിക്സ് ചെയ്താൽ അത് കെ ഈക്വൽ ടു 1-ൽ ഉണ്ടാവുമോ, കെ ഈക്വൽ ടു 2-ൽ ഉണ്ടാവുമോ, കെ ഈക്വൽ ടു 3-ൽ ഉണ്ടാവുമോ എന്ന് നോക്കുക എന്നുള്ളതാണ് ആദ്യത്തെ സ്റ്റേറ്റ്മെൻറ്റോട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അത് ഒരു ഡി ഫിക്സ് ചെയ്യുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഈ കേസിൽ പെന്നിൻ്റെ വാല്യൂ ഒരു 6 ആണ്, നേരത്തെ പറഞ്ഞ പോലെ 6 ആണെങ്കിൽ ഇപ്പോൾ കെ വാല്യൂസ് ഫ്രം 1 to 6 വരും. ഡി ഡിവൈഡ്സ് 6, കെ. അപ്പോൾ കെ ആദ്യം 1 കൊടുക്കണം. കെ ആദ്യം 1 കൊടുക്കുമ്പോൾ ഡി ഡിവൈഡ് 6, ഡി ഡിവൈഡ്സ് 1, അതായത് 6-നെയും 1-നെയും ഡിവൈഡ് ചെയ്യുന്ന ഒരു നമ്പർ, അത് 1 ആണ്. അപ്പോൾ നമ്മളിവിടെ മ്യൂ ഓഫ് 1 എഴുതേണ്ടി വരും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ കെയുടെ വാല്യൂ 2 ആക്കുക എന്നുള്ളതാണ്. കെയുടെ വാല്യൂ 2 ആയി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കുക, ഡി ഡിവൈഡ്സ് 6 എന്ന് കിട്ടും, ഡി ഡിവൈഡ്സ് 2 എന്ന് കിട്ടും. ക്ലിയർ? അപ്പോൾ 6-നെയും 2-നെയും ഡിവൈഡ് ചെയ്യുന്ന നമ്പർ അത് 2 ആണ്. ക്ലിയർ? അപ്പോൾ അത് 2 മാത്രമല്ല, കാരണം 6-നെയും 2-നെയും ഡിവൈഡ് ചെയ്യുക, അല്ലെങ്കിൽ 6-ൻ്റെയും 2-ൻ്റെയും ജി സി ഡിനെ ഡിവൈഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് 1 ഡിവൈഡ് ചെയ്യും, 2 ഡിവൈഡ് ചെയ്യും. അപ്പോൾ ഇവിടെ കെ 1 ആകുമ്പോൾ ഇവിടെ മ്യൂ ഓഫ് 1 മാത്രമാണെങ്കിൽ കെ 2 ആകുമ്പോൾ ഇവിടെ മ്യൂ ഓഫ് 1 പ്ലസ് മ്യൂ ഓഫ് 2 വരും. ഓക്കെ, ഇനി കെ 3 ആകുമ്പോൾ സംഭവിക്കും, 6-ൻ്റെയും 3-യുടെയും ജി സി ഡിനെ ഡിവൈഡ് ചെയ്യുന്ന ഡിവൈസസ് എല്ലാം എടുക്കണം, അത് 1-ഉം 3-യും ആണ്. അപ്പോൾ ആദ്യത്തേലും മ്യൂ ഓഫ് 1 മാത്രമേ ഉള്ളൂ, രണ്ടാമത്തേൽ മ്യൂ ഓഫ് 1 മ്യൂ ഓഫ് 2 ഉണ്ടാവും, പിന്നത്തേൽ മ്യൂ ഓഫ് 1 മ്യൂ ഓഫ് 3 ആണ് ഉണ്ടാവുക. ഓക്കെ, അങ്ങനെ ഇത് ഓരോന്നും ആഡ് ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഈ മ്യൂ ഓഫ് 1 എന്ന് പറയുന്നത് കെ ഈക്വൽ ടു 1 ആകുമ്പോഴും ഉണ്ടാവും, മ്യൂ ഓഫ് 1 എന്ന് പറയുന്നത് കെ ഈക്വൽ ടു 2-ലും ഒരു ഫാക്ടറായിട്ടുണ്ടാവും, മ്യൂ ഓഫ് 1 എന്ന് പറയുന്നത് കെ ഈക്വൽ ടു 3-ൽ, എല്ലാത്തിലും മ്യൂ ഓഫ് 1 ഉണ്ടാവും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, മ്യൂ ഓഫ് 1 മാത്രം ആഡ് ചെയ്യുക എന്നുള്ളതാണ് ആദ്യം. അതാണ് ഞാൻ പറഞ്ഞ ഓർഡർ ഒന്ന് ഇൻ്റർചേഞ്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ പ്രൊസീജിയറാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അല്ലേ? അപ്പോൾ ഒരു ഡി ഫിക്സ് ചെയ്യുന്നു, അത് 1 എന്ന് പറയുന്ന ഒരു ഡിവൈസർ ഫിക്സ് ചെയ്യുന്നു, അല്ലെങ്കിൽ മ്യൂ ഓഫ് 1 എന്ന് പറയുന്നത് എവിടെയൊക്കെ ഉണ്ടാവും, ആദ്യം അതെല്ലാം കളക്ട് ചെയ്യുക. അപ്പോൾ നമുക്കറിയാൻ പറ്റും, ഇപ്പോൾ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n ആണ് നമ്മൾ കെ വാരി ചെയ്യുന്നത്. അപ്പോൾ ഒരു ഡി ഫിക്സ് ചെയ്താൽ ഈ പറയുന്ന എന്താ പറയുക കെയിൽ ഏതൊക്കെയാണോ ഡിയുടെ മൾട്ടിപ്പിൾ അവിടെയെല്ലാം മ്യൂ ഓഫ് ഡി ഉണ്ടാവും. ക്ലിയർ? സോ ഇഫ് യു റൈറ്റ് കെ ഈസ് ഈക്വൽ ടു ക്യൂ ഡി, ദെൻ 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു കെ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n if and only if 1 ലെസ് ദാൻ ഓർ ഈക്വൽ ടു ക്യൂ ലെസ് ദാൻ ഓർ ഈക്വൽ ടു n/d എന്ന് എഴുതാൻ പറ്റും. നിങ്ങൾ ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇതൊന്നുമില്ല, ഇത് കെക്ക് പകരം ക്യൂ ഡി എന്ന് ഞാൻ എഴുതിയാൽ എനിക്ക് ഈ പറയുന്ന ഇൻഇക്വാളിറ്റിനെ ഇങ്ങനെ എഴുതാൻ പറ്റും. അല്ലേ? ഡി വെച്ച് ഡിവൈഡ് ചെയ്യാം. ഈ ഡിയുടെ പ്രത്യേകത, ഡി എന്ന് പറയുന്നത് ഡിവൈഡ് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, കാരണം കെ എന്ന് പറയുന്നത് ക്യൂ ഡി ആണ്. സോ ദാറ്റ് ഇസ് എ മൾട്ടിപ്പിൾ ഓഫ് ഡി
n is also a multiple of d because n is a divisor of d is a divisor of n എന്നാണ്. അപ്പോൾ ഇത് if and only if criteria ആണ്. Hence the last sum for phi of n can be written as phi of n is equal to sigma d divides n. Okay, q varies from എവിടെ q vary ചെയ്യണം 1 തുടങ്ങി n by d വരെ vary ചെയ്യണം. അങ്ങനെയുള്ള ആൾക്കാരെ കളക്ട് ചെയ്യാം mu of d. That is equal to sigma d divides n. ഈ mu of d since this d is independent of q, we can write it as sigma d divides n mu of d times sigma q is equal to 1 to n by d into 1 എന്ന് പറയാൻ പറ്റും. സോ ഈ 1 ആഡ് ചെയ്യണം. എത്ര തവണ ആഡ് ചെയ്യണം 1 plus 1 plus 1 plus n by d times. So we have sigma d divides n mu of d is equal to n by d എന്ന് എഴുതാം. ഇതാണ് നമ്മുടെ റിലേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത്. ഇത്രയും കാര്യങ്ങളാണ് നിങ്ങളോട് ഞാൻ ഗൂഗിൾ മീറ്റിൽ കൺവേ ചെയ്യാൻ ഉദ്ദേശിച്ച കാര്യങ്ങൾ. ഗൂഗിൾ മീറ്റ് ഞാൻ കൺസിഡർ ചെയ്തപ്പോൾ അല്ലെങ്കിൽ വിളിച്ചപ്പോൾ എൻ്റെ മനസ്സിലുണ്ടായിരുന്നത് ആദ്യത്തെ ഒരു 10 മിനിറ്റ് ഇത് എന്തൊക്കെയാണെന്ന് പറയാം എന്നുള്ളത് മാത്രമായിരുന്നു. പക്ഷേ അത് നമ്മൾ ലേറ്റായി പോയതുകൊണ്ടൊക്കെയാണ് ഞാൻ മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോയത്. മുഴുവൻ എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ നെറ്റ് കണക്ടിവിറ്റി കറക്റ്റായിട്ട് വേണമായിരുന്നു. പക്ഷെ നമ്മുടെ കോളേജിൽ ചെറിയ ഇഷ്യൂസ് ഉണ്ടായിരുന്നു ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട്. അതുകൊണ്ടാണ് നിങ്ങൾക്ക് ക്ലാരിറ്റി കുറവ് വന്നത്. ഇല്ലെങ്കിൽ ഇപ്പം ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, ഗൂഗിൾ മീറ്റ് വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിലും ഇതേപോലെ തന്നെ എനിക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റും. ഈ പ്രസൻറ്റേഷൻ എനിക്ക് റെക്കോർഡ് ചെയ്യാനും പറ്റും. എനിക്ക് റെക്കോർഡ് ചെയ്തിരിക്കുന്ന ഫയൽ എനിക്ക് ഓൾറെഡി ഇന്നത്തെ നമ്മുടെ വീഡിയോ ഗൂഗിൾ മീറ്റിൻ്റെ റെക്കോർഡിങ് എൻ്റെ കയ്യിലുണ്ട്. അപ്പോൾ നിങ്ങൾ ഒരാൾക്ക് നെറ്റ് കിട്ടിയില്ല എന്നുള്ളതിന് വലിയ പ്രസക്തി ഇല്ലെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പക്ഷേ എനിക്ക് ഈ റെക്കോർഡ് ചെയ്ത ഇങ്ങനെ ഞാൻ റെക്കോർഡ് ചെയ്ത വീഡിയോ തന്നെ നിങ്ങൾക്ക് ഗൂഗിൾ മീറ്റിൽ നിന്നും കിട്ടും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് ഒരാൾക്ക് ജസ്റ്റ് ഇത് കാണാൻ പറ്റിയില്ലല്ലോ, എനിക്കൊരു മിസ്സായി പോയല്ലോ എന്ന് പറഞ്ഞാൽ ഞാനിത് പറഞ്ഞ കാര്യങ്ങളെല്ലാം റെക്കോർഡിംഗ് ആയിട്ട് നിങ്ങളുടെ മെയിലിലേക്ക് ഞാൻ അയച്ചു തരും. അത് വിഷയമുള്ള കാര്യമല്ല. പക്ഷേ ഗൂഗിൾ മീറ്റിന് ഒരു അഡ്വാൻറ്റേജ് ഉണ്ട്. അതാണ് ഞാൻ ഗൂഗിൾ മീറ്റ് സെലക്ട് ചെയ്യാൻ കാരണം. ഇതിപ്പോൾ ഞാൻ തന്നെ വെറുതെ നരേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് നിങ്ങളെ കാണാൻ പറ്റുന്നില്ല, നിങ്ങളുടെ റെസ്പോൺസ് അറിയാൻ പറ്റുന്നില്ല, നിങ്ങൾക്ക് എന്താ പറയുക എൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുന്നില്ല. അങ്ങനെയുള്ള കുറേയധികം കാര്യങ്ങളാണ് ഈ റെക്കോർഡഡ് വീഡിയോൻ്റെ പ്രത്യേകത. പക്ഷേ ഗൂഗിൾ മീറ്റ് എന്ന് പറയുന്നത് നിങ്ങൾക്ക് അപ്പം തന്നെ പോസ് ചെയ്ത് എൻ്റെ അടുത്ത് എന്താ പറയുക ക്വസ്റ്റ്യൻസ് ചോദിക്കാനുള്ള പ്രൊവിഷൻസ് ഉണ്ടാവും നിങ്ങളുടെ. കാരണം എവിടെ നമ്മൾ ഡൗട്ട് ക്ലാരിഫൈ ചെയ്ത് പോയിന്റിൽ നിന്ന് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നത് അതിന് വളരെ ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം പിന്നീട് ഈ ഡൗട്ട് ക്ലാരിഫൈ ചെയ്യാമെന്ന് വെച്ചാൽ അതിടയ്ക്ക് പറയുന്ന ബാക്കി അതുമായി ബന്ധപ്പെട്ട് പറയുന്ന ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് ഫോളോ ചെയ്യാൻ പറ്റാതെ വരും. ക്ലിയർ? അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ ഒരു പ്രൊവിഷൻ ചെയ്തത്. പറ്റാമെങ്കിൽ ഞാൻ ആ റെക്കോർഡിങ്സ് നിങ്ങൾക്ക് അയച്ചു തരാം. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾക്ക് വായിച്ചു നോക്കിയിട്ട് എന്തെങ്കിലും കൺഫ്യൂഷൻസ് ഉണ്ടെങ്കിൽ എന്നോട് പറയാം. അപ്പോൾ ഒരാളുടെ, അതായത് എൻ്റെ നെറ്റ്വർക്ക് പോകുമ്പോഴാണ് ഇത് മൊത്തം, അല്ലെങ്കിൽ പ്രസൻറ്റ് ചെയ്യുന്ന ആളുടെ നെറ്റ്വർക്ക് പോകുമ്പോഴാണ് നമുക്കിത് ഫോളോ ചെയ്യാൻ പറ്റാതെ വരിക. അപ്പോൾ അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രം ഞാൻ അതിൻ്റെ ആ കറസ്പോണ്ടിങ് വീഡിയോ റെക്കോർഡ് ചെയ്ത് നിങ്ങൾക്ക് ഇതുപോലെ ഞാൻ മൂഡിൽ അപ്ലോഡ് ചെയ്യും. മൂഡിൽ നിങ്ങൾ ലോഗിൻ ചെയ്ത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ക്ലിയർ? അപ്പോൾ ഗൂഗിൾ മീറ്റ് ഞാൻ ഒഴിവാക്കുന്നില്ല. പക്ഷേ ഗൂഗിൾ മീറ്റിൽ നമുക്കൊരു വൈറ്റ് ബോർഡ് സെലക്ട് ചെയ്യാൻ പറ്റും. അതിനകത്ത് എനിക്ക് എഴുതി കാണിക്കാൻ പറ്റും. ഞാൻ മൊബൈൽ പിടിക്കാതെ തന്നെ അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ വഴിവേ ഞാൻ അതൊക്കെ പഠിക്കുന്നേ ഉള്ളൂ. അത് കഴിയുമ്പോൾ നിങ്ങൾക്ക് അങ്ങനെയുള്ള പ്രൊവിഷനൊക്കെ നമുക്ക് ചെയ്യാവുന്നതാണ്. ഇത്രയാണ് നമുക്ക് ഇന്ന് പറയാനുള്ളത്. അപ്പോൾ താങ്ക് യു വെരി മച്ച്.